ഹായ് ഫ്രണ്ട്സ്, കുങ് ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇപ്പോൾ എല്ലാ വീഡിയോകളുടെയും താഴെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ഓർഡറിൽ ചെയ്യാമോ എന്ന്. ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവർക്കും അത് കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിച്ചു പോകാവുന്ന രീതിയിലാണ് ഇനി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ, പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുങ് ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ കുങ് ഫു ട്രെയിനിങ്ങിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുങ് ഫുവിൽ ബോ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ അത് ബോ ചെയ്യുന്നതിന് നിങ്ങൾ അറ്റൻഷൻ ഇതുപോലെ അറ്റൻഷൻ പൊസിഷനിലേക്ക് വെക്കുക. ബോഡി ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ്, നിങ്ങളുടെ വലത് കൈ ഇതുപോലെ ഫിസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ചെയ്യുന്ന പോലെ കൈ ഇത് ഫിസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടിൽ ഈ ഒരു പൊസിഷനിൽ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ പാം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചരിവിലേക്ക് ഇങ്ങനെ വെക്കുക, ഇതിന് മുന്നിലായിട്ട്. ഇനി ഇവിടുന്ന് മുന്നിലേക്കാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബോ ചെയ്യുന്നത്. ഒന്നുകൂടി ചെയ്ത് നോക്കാം. അറ്റൻഷൻ പൊസിഷനിലേക്ക് വരിക. ഇവിടെ നിന്ന് കൈകൾ ഇതുപോലെ ഒരു കൈ ഫിസ്റ്റും അടുത്ത കൈ പാമോ ആയിട്ട് എടുക്കുക, ഓപ്പൺ ആയിട്ട് എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഈ ഒരു പാർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് ഇതുപോലെയാണ് ബോ ചെയ്യുന്നത്, തിരിച്ച് ബാക്ക്. അപ്പോൾ ഇതുപോലെയാണ് കുങ് ഫുവിൽ ബോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെയിനിങ്ങിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് വാം ചെയ്യാം. അതിന് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക. ഈ ജമ്പ് ചെയ്യുന്നത് നിങ്ങൾ ഏകദേശം ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡോളം. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു 15-30 സെക്കൻഡുകൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്യാം. ടോയിൽ ഹീല് റൈസ് ചെയ്തുകൊണ്ട് ടോയിൽ മാത്രമായിട്ടൊന്ന് ജമ്പ് ചെയ്യാം. ഇത് സാധാരണ ഇതിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും അതുപോലെ എക്സസൈസ് ചെയ്യുന്നവരും മറ്റുള്ള മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഇത് കണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ജസ്റ്റ് ഒന്ന് കൂട്ടാം. നിങ്ങൾ ഒരു 30 സെക്കൻഡ് എന്നുള്ളത് 1 മിനിറ്റ് ആ ഒരു രീതിയിൽ ഈ ഒരു ടൈം കൂട്ടിയെടുക്കാം. നോർമലി ചെയ്യുന്നവർ ജസ്റ്റ് ഒരു 15 സെക്കൻഡിൽ ഫസ്റ്റ് വാമപ്പ് ഇതുവരെ വ്യായാമം ചെയ്ത് ശീലമില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് ചെറിയൊരു ടൈം ഡ്യൂറേഷനിൽ ചെയ്താൽ മതി. കാരണം ബോഡി പെയിനൊക്കെ ഒരു തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒട്ടും ചെയ്യാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ കാലിനൊക്കെ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് സമയം നിങ്ങളത് ചെയ്യേണ്ട, ചെയ്ത് തുടക്കാറ്. അല്ലാത്ത ആളുകൾ കുറച്ച് ടൈം കൂടുതൽ ചെയ്യാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഈ ഒരു മൂവ്മെൻറ്റിൽ ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോയിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അടുത്തതിൽ നമുക്ക് ഇതിൻ്റെ ഇടക്ക് ഒരു ജമ്പ് ഇത്തിരി ഹൈറ്റ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് നോർമലി ഈ ഒരു ഇത് നിങ്ങളൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കാം. പിന്നെ അതിന് ശേഷം 1 2 3 4 5 നെക്സ്റ്റ് ഒരു ജമ്പ് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആംഗിളിൽ നിന്ന് മാക്സിമം ആക്ഷൻ മുകളിലേക്ക് എടുത്തുകൊണ്ട് ഫ്ലോറിൽ നിന്ന് മാക്സിമം ആക്ഷൻ എടുത്തുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിനോടുകൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് 1 2 3 4 5 1 2 3 4 5 ഇതുപോലെ ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ജമ്പ് ഹൈറ്റ് തന്നെ ശ്രമിക്കുക. ഓരോ ജമ്പിൽ നിന്നും ഇതുപോലെ പുഷിങ് ഇതുപോലെ എല്ലാ ജമ്പും പുഷിങ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഇത്തിരി ഹൈറ്റ് കുറച്ച് ചെയ്യുക, അതിനുശേഷം ഹൈറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക. അതിന് ബോഡി മൂവ്മെൻറ്റ് ഒരു ഫ്രണ്ട് ബാക്കും ഇതുപോലെ ഒരു ജമ്പിങ്ങിൽ ചെയ്യാം. ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലെഗ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വെയിറ്റ് ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെയിറ്റ് ചെയ്യും തോറും കുറച്ചെടുക്കണം. അതിന് മൂവ്മെൻറ്റ് കുറച്ചിട്ട് മൂവ്മെൻറ്റ് കുറച്ച് സ്പീഡാക്കുക. ഈ ഒരു ലാഗ് കൊടുത്തത് സ്പീഡാക്കിയിട്ട് ഫ്ലോറിലേക്ക് വെയിറ്റ് ഒട്ടും വരാതെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഈ ജമ്പിങ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. ബോഡി ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആകും തോറും ഇതിൻ്റെ ഒരു രീതി ഒന്ന് മാറ്റിയിട്ട് ഒരു സിംഗിൾ ലെഗിലേക്ക് ആക്കുക. അതിനോടൊപ്പം ഹിപ്പിന് ട്വിസ്റ്റ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുക. ഈ ഒരു രീതിയിൽ ഈ ഒരു ജമ്പിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഇപ്പം നോർമലി ഇതുപോലെ ജമ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു കംഫർട്ടബിൾ ആണോന്നല്ല. ചിലപ്പോൾ ഒരു ഇത്തിരി ബോഡി വെയിറ്റ് ഉള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ജമ്പിങ്
കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട്, ഒരു ഫോഴ്സ് അനുഭവപ്പെടാത്തവരുണ്ടാവും. അപ്പം നമുക്ക് അത്തരത്തിൽ നമുക്ക് ബോഡിയിലേക്ക് മൊത്തം ഫോഴ്സ് കിട്ടിയിട്ട് നമുക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ട്. ആ ഒരു ആക്ഷൻ ഫ്ലോറിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു രീതി, ഒരല്പം ലെഗ് ഒന്ന് വൈഡ് ചെയ്ത് നിൽക്കുക. ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്യുക, ബോഡി കുറച്ചൊന്ന് ഡൗൺ ചെയ്യുക. നമ്മളൊരു സ്കോട്ടിലേക്ക് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് കുറച്ചൊന്ന് ഡൗൺ ചെയ്ത് നിൽക്കുക. കൈകൾ ഇതുപോലെ ഒന്ന് പിടിക്കുക. ഇനി ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുത്ത് ജമ്പ് ചെയ്യുക. ഇതുപോലെ ഇപ്പം നമ്മൾ നോർമലി നിന്ന് ജമ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫോഴ്സാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട്. കാരണം ഇത്രയും താഴേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ബോഡി വെയിറ്റ് ഓൾറെഡി ഫ്ലോറിലേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ശീലം ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ജമ്പിങ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്യുക. ഇതൊന്ന് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ നിന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും. നമുക്ക് ഫോഴ്സ് കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത മൂവ്മെൻറ്റിൽ നിന്ന് കുറച്ചുകൂടി ബോഡിയുടെ ഒരു ആക്ഷൻ കൂട്ടാൻ വേണ്ടി ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ലെഗുകൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒരു ആക്ഷൻ എടുത്തിട്ട് തിരിച്ചു വിടാക്കും. ഇതുപോലെ 1 2. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലേക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുന്ന സമയത്ത് ലെഗ് ഫ്രണ്ടും ബാക്കും പോയി ഇതുപോലെ തന്നെ തിരിച്ചിരിക്കുക. സെയിം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നല്ലൊരു എഫർട്ട് ഉണ്ടാകും, പക്ഷേ ബോഡി അനുസരിച്ച് നല്ല രീതിയിലുള്ളൊരു ഫോഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മറ്റൊരു രീതിയിൽ ഈ ഒരു പൊസിഷനിൽ തന്നെ വരിക. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്തത് ലെഗ് ക്രോസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്രോസ് കൊടുക്കുക. സെയിം ഇവിടെ തന്നെ വന്ന് നിൽക്കുക. ഇതും ഫ്ലോറിൽ നിന്ന് നല്ല രീതിയിലൊരു പവർ എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് നല്ല രീതിയിലൊരു ഫോഴ്സ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം ഈ വരുന്ന പൊസിഷനിൽ നിന്ന് മാക്സിമം പുഷ് ചെയ്യുക. ലെഗ് ഒന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു ക്രോസിങ്ങിൽ ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇതും കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.